ഇന്ന് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു ജേണൽ ചെയ്തെടുക്കാം. വെറും ജേണൽ അല്ല, പർപ്പിൾ കളർ ജേണൽ. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ജേണൽ സപ്ലൈസ് ഒന്നും കൊടുക്കുന്നില്ല. പകരം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇതിലാകെ ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ കളർ പേപ്പറാണ്. ഇതില്ല എന്നുണ്ടെങ്കിൽ പർപ്പിൾ കളർ പെയിന്റ് അടിച്ചാലും മതി. അതിൽ നമുക്ക് കുറച്ച് ഗ്രിഡ് ലൈൻസും കൂടി വരച്ചു കൊടുത്തിട്ട് അതിനൊന്നും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് സെൻറ്ററിലായിട്ട് ഒരു വൈറ്റ് പേപ്പർ കൂടിയും കൊടുക്കുക. ആ വൈറ്റ് പേപ്പർ വെറുതെ കൊടുക്കുന്നതല്ല, അതിൽ നമുക്ക് കുറച്ച് കോഡ്സ് എഴുതി കൊടുക്കാം. ഈ ജേണലിംഗ് ഒക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി വെക്കാനൊക്കെ ഈ ഒരു ജേണലിംഗ് ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ജേണലിംഗ് ചെയ്യുന്നത് കൊണ്ട് എപ്പോഴും ഗുണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾക്കും ടൈം കിട്ടുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ജേണലിംഗ് ഒക്കെ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മതി. അതിന് പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കോഡ്സൊക്കെ എഴുതി കൊടുക്കുമ്പോൾ അതൊക്കെ വായിക്കുമ്പോഴും നമുക്കും ഭയങ്കര ഒരു മോട്ടിവേഷനൊക്കെ ആവും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. പിന്നെ നമ്മുടെ ജേണൽ സപ്ലൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൽ പ്രത്യേകിച്ച് ജേണൽ സപ്ലൈസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഐറ്റംസ് തന്നെയാണ്. ഈ കൊടുത്തിരിക്കുന്ന ഫ്ലവർ പോലും എനിക്കൊരു സ്വീറ്റ് ബോക്സിൻ്റെ മുകളിലുണ്ടായിരുന്ന ഫ്ലവറാണ്. അത് കണ്ടപ്പോൾ അടിപൊളിയായി തോന്നി. അപ്പം ഞാനത് എടുത്തിട്ട് ഇതിനങ്ങ് കൊടുത്തു. പർപ്പിൾ കളർ ഫ്ലവേഴ്സ് ആണല്ലോ, അതിന് നന്നായിട്ട് ഭംഗിയാക്കുന്നുമുണ്ട്. അപ്പം എന്തായാലും അതിൽ നമുക്കൊരു 2-3 കോഡ്സും കൂടി ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അത് എഴുതി കൊടുത്താൽ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ തീർന്നു. പക്ഷേ ഒരു ഏരിയ മാത്രം ഇങ്ങനെ ബ്ലാങ്കായി കിടന്നപ്പോൾ ഞാൻ അവിടെ ഒരു ഇച്ചിരി ബലൂൺ പോലെ കുറച്ച് ഐറ്റംസും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് തന്നെ നമുക്ക് ജേണലിങ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു തന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ വല്ല ജേണലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കാണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത്രയുള്ളൂ.